മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തിൽ നഈമിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും രോഗത്താലും മറ്റു സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളാലും വിഷമിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല ഈ പുണ്യ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഫായിസീങ്ങളിൽ മുത്തഖികളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഅ്മിനുകളാണ്, മുസ്ലിമീങ്ങളാണ്. മറ്റുള്ളവരുടെ സംസ്കാരവും ജീവിതവും കടമെടുത്ത് അവരെന്ത് ചിന്തിക്കുന്നുവോ അവരെന്ത് പറയുന്നുവോ അതാണ് ലോക ജീവിതം എന്ന് മനസ്സിലാക്കാതെ അള്ളാഹുവും അവന്റെ പ്രവാചകരും നമ്മെ ലോകത്തേക്ക് അയച്ചതിൻ്റെ നിയോഗത്തിന്റെ ലക്ഷ്യവും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികളായ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല. അവർ ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥകളും ഇന്നത്തെ ലോകത്ത് നടക്കുന്ന വൃത്തികേടുകളും ഒക്കെ പരിശോധിച്ചാൽ നാം ഓരോരുത്തരും ഒരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ സുന്നികളാണ്, മുസ്ലിമീങ്ങളാണ്. നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ സുന്നിയാണ്. പക്ഷെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ അവിടെ ഹറാമും ഹലാലും ഒന്നും പാലിക്കാത്ത, അതിനൊന്നും യാതൊരു പരിഗണനയും നൽകാത്തൊരു ജീവിതം നമ്മുടെ ഭാര്യ മക്കളും നമ്മുടെ കുടുംബവും നമ്മളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മളെ നയിക്കുക എന്ന് നമ്മൾ എപ്പോഴും പേടിക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ, ഒരു നാട്ടുകാരെ നശിപ്പിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചാൽ അമർനാ മുത്രഫീഹ, നിരപരാധികളെ അല്ലാഹു തആല നശിപ്പിക്കൂല. അപരാധം ചെയ്തതിന്റെ പേരിലാണ് നാശമുണ്ടാകുന്നത്. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന പണി എന്താ? അമർനാ മുത്രഫീഹ, അവിടെയുള്ള സമ്പന്നന്മാരായ ആളുകൾ, ജീവിത സൗകര്യങ്ങളുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ നിർദ്ദേശം നൽകുകയും ഫസഖൂ ഫീഹ, അപ്പൊ അവര് തോന്നിയ പോലെ ജീവിച്ച് ഹറാമുകൾ ചെയ്ത് നിർബന്ധ ബാധ്യതകൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ താന്തോന്നികളായി ജീവിക്കുമ്പോൾ അമർനാ മുത്തറഫീഹ ഫസഖൂ ഫീഹ, അവർ നാട്ടിൽ തമ്മാടിത്തം അധികരിപ്പിക്കുമ്പോ അല്ലാഹു തആല പറയുന്നു ഫദമ്മർനാഹും തദ്മീറ, ആ നാടിനെ നമ്മൾ ഒന്നായിട്ട് അവരോട് കൂടെ തകിടം മറിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടായാൽ മുഅ്മിനുകളായി, ഈമാനുള്ളവരായി, യഥാർത്ഥ മുഅ്മിനുകളായി, മുത്തഖികളായി എന്ന് വിചാരിക്കുന്നതാണ് നമ്മളിൽ ഈ നിലയിൽ പരീക്ഷിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്നതിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന തോന്യാസം നമ്മുടെ സമുദായത്തിന്റെ തോന്യാസങ്ങളാണ്. നമ്മുടെ സമുദായം ഇന്ന് ലോകത്തായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും എവിടെ ആയാലും മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തപ്പെടുന്നു, അവർക്ക് രാജ്യമില്ലാതെ നാടില്ലാതെ ജനിച്ചു വളർന്ന നാടുകളൊക്കെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി ചാവണ്ട ഗതികൾ, പോവാനൊരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാശ്മീരിലായാലും അതേപോലെ ലക്ഷദ്വീപുകളിലായാലും ഒക്കെ കണ്ണിന് നമ്മൾ കേൾക്കുന്നില്ലേ? ഒക്കെ ആട്ടി ഇറക്കപ്പെടുകയാണ്. മുസ്ലിങ്ങളെയാണ് ഈ ആട്ടി ഇറക്കപ്പെടുന്നത്. അത് ചോദ്യം ചെയ്യാൻ പറ്റൂല, അപ്പൊ തീവ്രവാദികളാകും. അതിനെതിരിലൊരു പ്രകടനം നടത്താൻ പറ്റൂല, അതിനെതിരിൽ പ്രതിഷേധം പറ്റൂല. കാരണം അപ്പൊ തീവ്രവാദികളും ഭീകരവാദികളും. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ നിലവാരം വെച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ നാം ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകൾ എത്രത്തോളം ഗൗരവമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഭാര്യയും ഭർത്താവും കൂടി അമ്മായിമ്മ വീട്ടിലേക്ക്, ഭാര്യ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോയ സംഭവം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും എന്റെ ഭർത്താവും അലിയും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ
അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങി തേങ്ങി കരയുകയാണ്. വല്ലാതെ തേങ്ങി തേങ്ങി കരയുന്നു. കരച്ചൽ അടക്കാൻ കഴിയാതെ, സങ്കടം ഒതുക്കാൻ കഴിയാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? എന്തിന്റെ പേരിലാണ് താങ്കൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്താണ് താങ്കൾ അനുഭവിക്കുന്ന പ്രയാസം എന്ന് ഫാത്തിമ ബീവി കരളിന്റെ കഷ്ണമെന്ന റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയ ഫാത്തിമ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി വളരെ വ്യക്തമായി ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ ലമ്മാ ഉസ്രിയ ബി റഅയ്തു നിസാഅ മിൻ ഉമ്മത്തി യുഅദ്ദബന ബിഅൻവാഇ മിനൽ അദാബ്. ഫാത്തിമ, ആ ഇസ്രായേലിന്റെ രാത്രിയിൽ എന്നെ രാപ്രയാണം ചെയ്യിപ്പിക്കപ്പെട്ടപ്പോ ഞാൻ കുറെ പെണ്ണുങ്ങളെ കണ്ടു. ഫാത്തിമ, യുഅദ്ദബന ബിഅൻവാഇ മിനൽ അദാബ്, വ്യത്യസ്തമായ ഒരുപാട് ക്രൂരമായ ശിക്ഷകൾ കൊണ്ട് ആ പെണ്ണുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആ എന്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങള്, മുസ്ലിമായി ജനിച്ച പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഫാത്തിമ, അത് ആലോചിച്ചപ്പോ, അത് ഓർമ്മ വന്നപ്പോ എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്റെ സമുദായത്തിൽ പറഞ്ഞവരാണല്ലോ ഈ പെണ്ണുങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയാ, അള്ളാഹുന്റെ റസൂല് പറയുന്ന ഒരു പെണ്ണിന് ഞാൻ കണ്ടത്, ആ പെണ്ണിന്റെ മുടിയിലാണ് അവളെ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നത് നരകത്തിന്. അവളുടെ തലമുടിയിലാക്കി കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പെണ്ണിനെ. നരകത്തിന്റെ ചൂട് കൊണ്ട് അവളുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ തലച്ചോറ് തിളച്ചിങ്ങനെ മറിയാ. ആ നിലയിൽ ഒരു പെണ്ണിനെ അവളുടെ മുടികളിൽ കെട്ടിത്തൂക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. മറ്റൊരു പെണ്ണിന് ഞാൻ കണ്ടത് അവളുടെ നാവിലാണ് അവളെ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നത്. ആ പെണ്ണിന് നാവിലായി തൂക്കപ്പെട്ടിരിക്കുകയാണ്. യുസബ്ബു മിൻ ഫൗഖിഹൽ ഹമീം, അവളുടെ തലയിലൂടെ ഹമീം എന്ന് പറയുന്ന നരകപാപികൾ വെന്തുരുകിയ നരകപാപികൾ തീയിൽ വെന്ത് ഉരുകി ഒലിക്കുന്ന ആ ചലവും ചോരയും ആ ചീഞ്ഞ ആ വെള്ളവും ഒക്കെ ആ പെണ്ണിന്റെ മേൽഭാഗത്തു കൂടെ ആ തിളച്ച വെള്ളം അതങ്ങനെ കോരി ഒഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഫാത്തിമ, മറ്റൊരു പെണ്ണിന് ഞാൻ കണ്ടത്, അവളുടെ ചില പെണ്ണുങ്ങളെ കണ്ടത്, അവളുടെ രണ്ട് മാറുകളെ അവളുടെ കാലുകളിലേക്ക് കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കയ്യിലെയും അവളുടെ തലയുടെ മൂർധാവിലേക്ക് കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ഭീകരമായ പാമ്പുകൾ അവളെ കടിച്ചു വലിക്കുന്നുണ്ട്. ഒരുപാട് തേളുകൾ അവളെ കടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. ഫാത്തിമ, വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടത്, ആ പെണ്ണിന്റെ സദിയകളിലാണ്, മാറുവിടങ്ങളിലാണ് അവളെ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നത്. അവളുടെ തല പന്നിയുടെ തല പോലത്തെ തലയാണ്. ആ പെണ്ണിന്റെ ശരീരം കഴുതയുടെ ശരീരം പോലത്തെ ഒരു ശരീരമാണ്. അവളെ എന്തൊക്കെ ശിക്ഷയാണ് ശിക്ഷിക്കപ്പെടുന്നത്! ആയിരക്കണക്കിന് ക്രൂരമായ പീഡനങ്ങളാണ് ആ പെണ്ണിന് അനുഭവിക്കുന്നത്. അത് കണ്ട് ഞാൻ സഹിക്കുന്നില്ല. ഫാത്തിമ, സൂറത്തിൽ കൽബ്, ഒരു പെണ്ണിന് ഞാൻ കണ്ടത് നായിന്റെ കോലത്തിലാണ്. മറ്റൊരു പെണ്ണിനെ അവിടെ കണ്ടത് നായിന്റെ കോലം. അവിടെ വായിലൂടെ തീ പ്രവേശിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ വായിലൂടെ തീ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. പിന്തുവാരത്തിലൂടെ ആ തീ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പെണ്ണിന്റെ തലക്ക് നരകത്തിൽ നിന്നുള്ള ചുറ്റികകൾ കൊണ്ട്, ദണ്ടുകൾ കൊണ്ട്, ഗതകൾ കൊണ്ട് മലക്കുകൾ, ആ ജബാനിയത്തിന്റെ ഭീകരന്മാരായ മലക്കുകൾ ആ പെണ്ണിന്റെ തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാത്തിമ, അങ്ങനെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ സമയത്ത് എന്റെ ഭീകരതയൊന്ന് ആലോചിച്ചു നോക്കുന്ന മുഅ്മിനുകളെ, ഇതൊക്കെ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. ഇവരൊക്കെ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫാത്തിമ യബ്നതി എന്റെ വാപ്പേ, ഇവരെന്തിന്റെ പേരിലാണ് നരകത്തിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലാണോ? സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണോ?
ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിലാണോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നരകത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽ മർഅത്തുല്ലത്തി ഉല്ലിഖത് ബിശൈരിഹാ, ആ മുടിയിൽ കെട്ടിത്തൂക്കപ്പെട്ട ഭീകരമായി ശിക്ഷിക്കപ്പെടുന്ന ആ പെണ്ണ് അല്ലത്തി തഖ്റുജു മിൻ ബൈതിഹാ മക്ശൂഫത്ത റഅസ്, തല മറക്കാത്ത പെണ്ണാണ്. നോക്കണം നിങ്ങള്, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പെട്ടുന്നില്ലേ? നമ്മൾ ആലോചിക്കണം. നമ്മൾ ഭാര്യമാർ, ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് അല്ലെങ്കിൽ ആങ്ങളാരെന്ന് പറയുന്നവര് നമുക്ക് ബാധ്യതയുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ മാത്രം നിക്കരിച്ചാ പോരാ, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ കിടന്നാ പോരാ, നിങ്ങളുടെ ഭാര്യ, മക്കള്, കുടുംബത്തിലുള്ളവർ അവർ സ്വർഗത്തിൽ കിടക്കണം, നരകത്തിൽ നിന്ന് കാക്കണം. അവരെ സംരക്ഷിക്കേണ്ട, അവരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ തലമറക്കുക ഇത് നിസ്സാര കാര്യമല്ല. പക്ഷെ ഇപ്പൊ അത് നിസ്സാര കാര്യമാണ്. ആർക്കും ഇതിലൊരു താല്പര്യമൊന്നുമില്ല. മദ്രസയിൽ വരുമ്പോ അങ്ങനെ പെൺകുട്ടികളൊക്കെ തലയൊക്കെ മറിച്ചിട്ട് നല്ല ഉസാറാക്കിയിട്ട്, ചിലപ്പോ എനിക്ക് ചില കുട്ടികളെയൊക്കെ മദ്രസയിൽ നിന്ന് പുറത്തു വെച്ച് കണ്ട അറിയുന്നില്ല. കാരണം മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഈ കുട്ടിന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പുറത്തിറങ്ങിയാലോ ഈ കുട്ടികൾ തലയിൽ മുണ്ടിടുന്ന സ്വഭാവമല്ല. വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഉള്ളൂ. ഇപ്പൊ അടുത്തൊരു കുട്ടിനെ ഞാൻ കാറിൽ പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോ എന്നെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തല മറക്കാതെ ഞാൻ കാണലില്ല. പക്ഷെ കാറിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ. അപ്പോഴാ നന്നായി പഠിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി തലയിൽ തോളിലൂടെ ഷാളിട്ടിട്ട് ഇങ്ങനെ പോവുക റോട്ടിൽ കൂടെ. ആ തോളിന് തലയ്ക്ക് കയറുന്നില്ല. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ തലമറക്കാതെ പുറത്തിറങ്ങാറില്ലാണ് ആ കുട്ടി. ഞാൻ കണ്ട പേരൊന്നും ആ കുട്ടിക്ക് അറിയില്ലല്ലോ. ഇതാണ് ഇന്ന അവസ്ഥ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ എന്താ അവസ്ഥ? നമ്മുടെ ഭാര്യമാര് പുറത്തിറങ്ങിയാൽ എന്താ അവസ്ഥ? ഇത് നരകത്തിൽ കിടക്കാൻ, നരകത്തിലെ ഏറ്റവും ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലാണ് ഇവരുള്ളത്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമതായി പറഞ്ഞ നാവിൽ കെട്ടിത്തൂക്കപ്പെട്ട ആ ഹമീം എന്ന് പറയുന്ന നരകത്തിലെ ആ പാനീയം തലയിലൂടെ ഒഴിക്കപ്പെടുന്ന പെണ്ണ് ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ, ഭർത്താവിനെ ചീത്ത പറയുന്ന പെണ്ണാണ്, ഭർത്താവിന് നാവ് കൊണ്ട് വിഷമിപ്പിക്കുന്ന പെണ്ണാണ്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞ ആ പെണ്ണ് രണ്ട് കാലുകളും അവരുടെ മാറിലേക്ക് കെട്ടിയിടപ്പെടുകയും കൈ രണ്ടും തലയിലേക്ക് മൂർധാവിലേക്ക് ബന്ധിക്കപ്പെടുകയും ചെയ്ത ആ നിലയിൽ അവൾ ശിക്ഷിക്കപ്പെടുന്ന ആ പെണ്ണ്, പാമ്പുകളും തേളുകളും കടിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലത്തി ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈദി വതുളയ്യു സ്വലാത്ത, ജനാബത്തോ ആർത്തവമോ അതുപോലെ വല്ലതുണ്ടായാൽ, അശുദ്ധി ഉണ്ടായാൽ സമയത്ത് കുളിക്കാതെ, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോട്ടെ, അവരെയൊക്കെ ചോറും പാത്രമൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോയിട്ട് കുളിക്കാൻ എന്നും പറഞ്ഞിട്ട് കുളി നീട്ടി വെക്കുന്ന, നിർബന്ധമായ കുളി സമയത്ത് വിട്ട് പിന്തിക്കുന്ന, അതിന്റെ പേരിൽ നിസ്കാരം പാഴാക്കുന്ന പെണ്ണാണ് ആ പെണ്ണെന്ന് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. നാലാമതായി കൈതയുടെ ശരീരം പോലത്തെ ശരീരവും പന്നിയുടെ തല പോലെ തലയുമുള്ള പെണ്ണ് അന്നമ്മാമത്തു വൽ കദ്ദാബത്തു, ഏഷണിയുമായി നടക്കുന്ന പെണ്ണാണ്. അയൽവാസികളെ, കുടുംബക്കാരെ കൂട്ടിക്കടിപ്പിക്കുന്ന, ശത്രുക്കളാക്കുന്ന, കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പെണ്ണാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അഞ്ചാമതായി പറഞ്ഞ അലാ സൂറത്തിൽ കൽബ്, നായയുടെ കോലത്തിലുള്ള മുന്തുവാരത്തിലൂടെ വായിലൂടെ തീയ ഉള്ളിലേക്ക് കിടക്കുകയും പിന്തുവാരത്തിലൂടെ പുറത്തു പോകുകയും ചെയ്യുന്ന ആ പെണ്ണ് അൽ മന്നാനത്തു, ആർക്കെങ്കിലും വല്ല ഉപകാരം ചെയ്താൽ അത് ഏശി പറയുന്ന പെണ്ണാണ്. ഞാൻ നിനക്ക് അന്ന് 100 തന്നില്ലേ, അന്ന് 500 തന്നില്ലേ, നിന്റെ മകൾക്ക് കല്യാണത്തിന് സഹായിച്ചില്ലേ, നിനക്ക് വീടുണ്ടാക്കുമ്പോ സഹായിച്ചില്ലേ, അല്ലെങ്കിൽ നിനക്ക് അന്ന് ഞാൻ ചോറ് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത അനുഗ്രഹങ്ങൾ ഏശി പറയുന്നവളും വൽ ഹാസിദത്തു, അസൂയക്കാരിയുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ ബുനയ്യ, എന്റെ പൊന്നുമോളെ, നീ മനസ്സിലാക്കണട്ടോ, അൽ വൈലു കുല്ലുൽ വൈ, നാശമായ നാശം മുഴുവൻ, നരകമെന്ന് പറയുന്ന നരകത്തിൽ മുഴുവൻ, അത് മുഴുവനും ലിംറാത്തി, ഒരു പെണ്ണിനാണ് കേട്ടോ. ഭർത്താവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാത്ത, ഭർത്താവ് കൽപ്പിക്കുമ്പോ നിക്കരിക്കാൻ പറഞ്ഞാൽ നിക്കരിക്കാത്ത, തലമറക്കാൻ പറഞ്ഞാൽ തലമറക്കാത്ത, വസ്ത്രം മാന്യമായ നിലയിൽ ഔറത്ത് മറയ്ക്കാൻ പറഞ്ഞാൽ അത് അനുവദിക്കാത്ത
ആ പെണ്ണ് അവൾക്കാണ് കേട്ടോ നാശമായ നാശം മുഴുവൻ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുവെങ്കിൽ എന്റെ മുഅ്മിനുകളെ നമ്മൾ ആലോചിക്കുക. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും നമ്മളോട് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഭാര്യ മക്കളെ നമ്മൾ നരകത്തിൽ നിന്ന് കാക്കണം. പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അനുസരിച്ചില്ലെങ്കിൽ കൊല്ലൊന്നും വേണ്ട, എന്നാലും പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് പറയാം, ഞാൻ പറഞ്ഞു റബ്ബേ, എനിക്കാകുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരനുസരിക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ തമ്പുരാന് എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള ഒരു പറച്ചിലെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? പക്ഷെ പറയുന്നില്ല. ഭാര്യയ്ക്ക് ഭാര്യന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, മക്കൾക്ക് മക്കളുടെ ഇഷ്ടം പോലെ ജീവിക്കാം, മാതാപിതാക്കൾക്ക് ഇപ്പൊ യാതൊരു നിബന്ധനയും അതിലില്ല. ഒക്കെ ലിബറലിസം ബാധിച്ചിരിക്കുക. നമുക്കൊക്കെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോ എല്ലാം സ്വാതന്ത്ര്യമാണ്. സ്വതന്ത്രരായി എന്ത് തോന്നിയാസവും നമ്മുടെ മക്കൾക്ക് കാട്ടാം, നമ്മുടെ മക്കൾക്ക് ചെയ്യാം, നമ്മുടെ ഭാര്യമാർക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാം എന്ന് വരുന്നൊരവസ്ഥ വരരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടപ്പിലാക്കപ്പെടേണ്ട ബാധ്യത നമ്മിൽ ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, നിസ്കരിക്കാനും നോമ്പ് നിൽക്കാനും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞ അതേ ഖുർആനാണ് ഈ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ശത്രുക്കളാണ്. പുറത്തുള്ളവരല്ല നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ ഭാര്യയും മക്കളുമാണ്. അവരാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുക. അവരാണ് നിങ്ങളുടെ അമലുകളൊക്കെ പൊളിച്ചു കളയുക. അവരാണ് നിങ്ങളെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. അവര് പറയും, അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ ഉത്തരവാദി ഈ പിതാവാണ്, ഈ വാപ്പയാണ്. ഇയാൾ ഞങ്ങളെ ദീന് പഠിപ്പിച്ചിട്ടില്ല, ഇയാൾ ഞങ്ങളെ ഇസ്ലാമിക ചിട്ടയിൽ ജീവിപ്പിച്ചിട്ടില്ല, ഇയാളാണ് ഞങ്ങളെ പാപികളാക്കിയത്, ഇയാൾ ഞങ്ങളെ വിക്കരിപ്പിച്ചിട്ടില്ല, ഇയാൾ ഞങ്ങളെ നോമ്പ് തോൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഈ പാപിയായ വാപ്പാക്ക് കൊടുക്കണം എന്ന് മക്കള് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടുമെന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? നമ്മുടെ യഥാർത്ഥ ശത്രു ഭാര്യയും മക്കളുമാണ്. ഇവരെ നമ്മൾ സംശയത്തോടു കൂടെ തന്നെ നിരീക്ഷിക്കണം. 24 മണിക്കൂറും ഒരു കണ്ണ് അവരുടെ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അവരേത് രൂപത്തിലാണ് ജീവിക്കുന്നത്, അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ഇപ്പങ്ങ് മരിച്ചാൽ അവർ സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലാണോ? അവർ നിസ്കരിക്കുന്നുണ്ടോ? അവർ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? അവർ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണോ? അവന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഹ്ദറൂഹു, നിങ്ങൾ അവരെ പേടിക്കണം. ഇത് ഖുർആന്റെ മെസ്സാണ്. വേറെ ദുർവ്യാഖ്യാനങ്ങൾക്കൊന്നും പഴുതില്ല. അള്ളാഹു പറയുകയാണ്, ഭാര്യ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെയാണ് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് നമുക്ക് നമ്മുടെ ഭാര്യ മക്കളെ സൂക്ഷിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന സ്വഭാവങ്ങളൊക്കെ എടുത്തു പോയിരിക്കുന്നു. ആരും അത് പറയാൻ പോലും ധൈര്യപ്പെടുന്നില്ല. പ്രസംഗിക്കുന്നവർ പോലും അതൊരു വിഷയമാക്കുന്നില്ല. നമ്മുടെ ഭാര്യ മക്കളെ നമ്മൾക്ക് പേടിയാണ്. അവരെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനമാണ് ഭാര്യ എന്ന് പറയുന്നത്, മോശപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് കാണാം, മസ്തഫാദൽ മുഅ്മിനുബഅദ തഖ്വല്ല. തഖ്വയ്ക്ക് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ലോട്ടറി, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഖൈറൻ ലഹു മിൻ സൗജത്തിൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ, അനുസരണയുള്ള ഒരു പെണ്ണിനെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയാക്കി കിട്ടുന്നതിനേക്കാൾ ഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അത് വേറെ ഒന്നും കിട്ടൂല. അതാണ് കിട്ടേണ്ടത്. നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളായിരുന്നാൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം, അർബഉൻ മിൻ സആദത്തിൽ മർഇൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം 4 എണ്ണമാണ്. അതിലടിത്തറ ഒന്നാമതായി റസൂലുള്ള പറഞ്ഞത് അൽ മർഉൽ മുസ്ലിമി അൻ തകൂന സൗജതുഹു സ്വാലിഹ, അവന്റെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണാവുക. എന്താണ് ഈ സ്വാലിഹത്ത് എന്ന് പറഞ്ഞാല്? നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, 5 നേരം നിസ്കരിക്കുക,
ഇതാണോ സ്വാലിഹത്ത്? അല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ കാനിത്താത്തുൻ മുത്തിയാത്തുൻ ലില്ലാഹി വലി സൗജിഹ, അള്ളാഹുവിനെയും അവളുടെ ഭർത്താവിനെയും അനുസരിക്കുന്ന പെണ്ണാണ്. അനുസരണയാണ് ഈ പറയുന്ന സ്വാലിഹത്തായ പെണ്ണിന്റെ അടിസ്ഥാനമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെയോ ഹാഫിളാത്തുൻ ലിൽ ഗൈബി മമാ ഹഫിളല്ലാഹ്, അവളെ സൂക്ഷിക്കേണ്ടത് അവൾ സൂക്ഷിക്കുക. അവളുടെ ഔറത്ത്, അവളുടെ ശരീരം മറ്റൊരു പുരുഷന് പ്രദർശിപ്പിക്കാതിരിക്കുക, മറ്റൊരാളെ അതുകൊണ്ട് സന്തോഷിപ്പിക്കാതിരിക്കുക, മറ്റൊരാള് കാണാൻ വേണ്ടി അവൾ തുറന്നിടാതിരിക്കുക, ഭർത്താവിന്റെ മുമ്പിൽ മാത്രം അവളുടെ സൗന്ദര്യവും അവളുടെ ശരീരവും അവൾ പ്രദർശിപ്പിക്കുക. അതല്ലാത്ത എന്തൊക്കെ ഒരു പെണ്ണ് ചെയ്യുന്നുണ്ടോ അവൾക്ക് നരകം നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 കൂട്ടക്കാര് സ്വർഗത്തിൽ കടക്കൂല. ഖണ്ഡിതമായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാ. അപ്പൊ നമുക്കൊക്കെ ഒരു ധാരണ മനസ്സിൽ വരിക, നിസ്കരിക്കാത്തവരായിരിക്കും, ജോലം കുടിക്കാത്തവരെ. അതൊന്നും അല്ല ഈ പറയുന്നത്. അതിനൊക്കെ മാപ്പുണ്ട്, അതിനൊക്കെ തൗബുണ്ട്, അതിനൊക്കെ അഫവുണ്ട്. അതിന് പറയും തെറ്റ 3 തെറ്റുകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറയുന്നു. വലാ യജിദൂന റീഹഹ, സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. 50,000 കിലോമീറ്ററുകൾ മൈലുകൾക്കപ്പുറം അതിന്റെ വാസന എത്തുമെന്ന് റസൂലുള്ള പറഞ്ഞ ആ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ പോലും ആ 3 കൂട്ടർക്ക് കഴിയില്ല. ആരൊക്കെയാണ് ആ 3 കൂട്ടര്? അർറജുലത്തു മിനൻ നിസായി, പെണ്ണുങ്ങളിൽ നിന്നുള്ള ആണുങ്ങൾ. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആണ് മഞ്ഞെത്തികൾ എന്ന് പറയാം. ജീൻസ് പാന്റും ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് നടക്കണതൊക്കെ അതിൽ പെട്ടു. അതാപ്പ ഈ പറയുന്നത്. ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെ അംഗലാവണ്യങ്ങളും പ്രകടമാകുന്ന നിലയ്ക്ക് ഒരു പെണ്ണ് അവളുടെ ഇടുങ്ങിയ വസ്ത്രങ്ങള്, ലെഗിൻസ്, അതേപോലെയുള്ള ചുരിദാർ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന പെണ്ണ്, അർറജുലത്തു മിനൻ നിസാ, ആണ് മത്സരി. അത്തരം പെണ്ണുങ്ങൾ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കില്ല. ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. രണ്ടാമതായി റസൂലുള്ള പറഞ്ഞു, മുദ്മിനുൽ ഖംരി, കള്ളുകുടി നിത്യമാക്കിയവൻ, പതിവായി മദ്യപിക്കുന്ന മദ്യപാനി, മദ്യത്തിന്റെ അടിമയായി തീർന്നവൻ, പതിവായി മദ്യപിക്കുന്നവൻ. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു ദുയൂസ്. ദുയൂസ് എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾക്ക് തിരിഞ്ഞില്ല. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? റസൂലുള്ള പറയുന്ന എല്ലാ അറബി വാക്കുകളും അറബികൾക്ക് തിരിയില്ല. റസൂലുള്ളാഹിന്റെ സാഹിത്യം അത്ര കട്ടിയ. ചില ഭാഷയിൽ അങ്ങനെയുണ്ട്, മലയാളത്തിലുണ്ട് അങ്ങനെയൊക്കെ. ഞാനിപ്പോ വായിക്കുന്ന ഒരു പുസ്തകം പി ഗോവിന്ദപിള്ളന്റെ പുസ്തകം. CPM-ന്റെ വലിയ നേതാവായിരുന്ന പി ഗോവിന്ദപിള്ള 4 വട്ടം 5 വട്ടം ഒരു സെന്റൻസ് വായിച്ചാലേ എന്തെങ്കിലും ഒന്ന് തിരിയുള്ളൂ. അതാണ് ബുദ്ധിജീവി. അങ്ങനത്തെ ആളുകൾ. അതാ റസൂലുള്ളാഹിന്റെ സംസാരത്തിന്റെ ശൈലി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ദുയൂസ് എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, കാലു വമൻ ദുയൂസ് യാ റസൂലുള്ളാഹ്, മൻ ദുയൂസ്, ആരാണ് ഈ ദുയൂസ്? മനസ്സിലായില്ലല്ലോ. സഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞ ദുയൂസ് എന്ന് പറയുന്നത് അല്ലദീ യുഖിറുൽ ഖബസ ഫീ അഹ്ലി, കുടുംബത്തിലെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നവനാണ് ദുയൂസ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ സ്വർഗത്തിൽ കടക്കൂല. അവൻ നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും അവന് സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഇന്ന് ഞാൻ വരുമ്പോ ഒരു പെണ്ണ്, ഒരു താത്ത മകളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. എവിടെയോ പെട്ടെന്ന് നിങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടതാ. ആ താത്താന്റെ ശരീരത്തിന്റെ ഒറ്റ ഭാഗവും കാണുന്നില്ല, എവിടവും പ്രകടമല്ല. അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഒരു താത്ത. പക്ഷെ കൂടെ നിൽക്കുന്നത് മകളായിരിക്കുമല്ലോ. ഞാൻ ചിന്തിച്ചതാണ്, മകളായിരിക്കുമല്ലോ. ആ മകളുടെ ഓരോ അവയവത്തിന്റെ വലിപ്പവും ആ ഒറ്റ ദൃഷ്ടിയിൽ തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നിസാഉൻ കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തുൻ, നഗ്നകളാണ് എന്ന റസൂലുള്ള പറഞ്ഞ വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് അവസ്ഥ. പിന്നെ ഉമ്മ ഒന്നിനും കൊള്ളാണ്ടായ 10, 50, 60 വയസ്സായ ഉമ്മ ഇനി പർദ്ദ ധരിച്ചിട്ട് എന്താ കാര്യം? ശരീരം മുഴുവൻ മറിച്ചിട്ട് എന്താ കാര്യം? ആ അമ്മാനെ ആരും നോക്കൂല. ഇവിടെ 17 കഴിഞ്ഞ പെൺകുട്ടികളെയാണ് ഈ നിലയിൽ വസ്ത്രം ധരിപ്പിച്ച് നമ്മൾ പുറത്തിറക്കുന്നത്. അത്തരം മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് മാത്രമല്ല, അവർ സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കുകയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, നമ്മൾ പേടിക്കുക. ഞാൻ ചുരുക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ശത്രുവിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ശത്രു നമ്മുടെ ഭാര്യയും മക്കളുമാണ്.
അവർ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്ന ബോധം നമുക്കില്ലെങ്കിൽ ആ പേടി ഫഹ്ദറൂ, അവരെ പേടിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ, അവരെ സൂക്ഷിക്കുക എന്ന് ഖുർആൻ പറഞ്ഞ